നമുക്കത് പറയാം. മഹാനായ മൂസാ നബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത സമ്മാനമാണ്. ദുൽഹജ്ജിലാണ് ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് പഠിപ്പിക്കുകയാണ്. ഏത് ദിക്റാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹുവ ഹയ്യുൻ ലാ യമൂത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഹദൻ സമദ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മൂന്നോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നാലോ വഖഫാ ബില്ലാഹി ഹാഫിളാ. ഈ നാല് ദിക്ർ അധികരിപ്പിക്കണം. ഹബീബായ തങ്ങൾ പറയുന്നു, ദിക്ർ അധികരിപ്പിച്ചാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. ജീവിതത്തിൽ ആ ദിക്ർ പതിവാക്കുക. അത് പതിവാക്കിയാലുള്ള ഗുണമെന്താണ്? ഒന്ന്, സിഹ്ർ ഏൽക്കുകയില്ല, മാരണം സംഭവിക്കുകയില്ല, അപസ്മാരം പിടിപെടുകയില്ല, പിശാചുബാധ ഏൽക്കുകയില്ല, ജന്യ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ശമനമാണ്. മറ്റ് ശൈത്താനിന്റെ ശർറുകൾ, മനുഷ്യന്റെ അസൂയകൾ, ഹസദുകൾ, ഇതിനെല്ലാം കാവലാണ്. ബിസിനസ്സിൽ ബർക്കത്താണ്. സാമ്പത്തിക ദാരിദ്ര്യം പിടിപെടുകയില്ല, ഭക്ഷണ ദാരിദ്ര്യം പിടിപെടുകയില്ല, മക്കൾ സാലിഹായി തീരും. ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും റിദ്ദത്ത് ആകുന്നതിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ട് ഈ ദുൽഹജ്ജിൽ ഈ മേൽപ്പറഞ്ഞ